അതുകൊണ്ട് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബാധ്യപ്പെട്ടതാണല്ലോ ഗവൺമെൻറ്. പത്രങ്ങളിലൂടെ ഇന്ന് പറയുന്നു, വീണ്ടും അത് നമുക്ക് നോക്കാം. ഞാനാരെയും ഒരു സംഘടനയും വെല്ലുവിളിച്ചിട്ടില്ല കഴിഞ്ഞ 4 വർഷക്കാലമായി. ഇനി വെല്ലുവിളിക്കാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല. എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് രാജ്യത്തിന് തന്നെ മാതൃകയായി 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ നമ്മുടെ നാട്ടിലെ സമസ്ത വിഭാഗത്തിൻ്റെയും പിന്തുണയുണ്ട്. ആ പിന്തുണ ഇനിയും ആവശ്യമാണ്. ശനിയാഴ്ചയിൽ പ്രവൃത്തി ദിനമാക്കിയ അക്കാദമിക് കലണ്ടറിനെതിരെ കോടതിയിൽ പോയത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തെ അംഗീകരിക്കുന്ന അധ്യാപക സംഘടനകളായിരുന്നു. മുസ്ലിം ലീഗും കോൺഗ്രസും അതിന് അനുകൂലമായ നിലപാടും എടുത്തിരുന്നു. ടൈം ടേബിൾ പരിഷ്കരിച്ചത് മദ്രസ വിദ്യാഭ്യാസത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്ന വാദം ഉന്നയിക്കുന്നവർ 2014 UDF ഭരണകാലത്ത് ലബ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറിയിൽ 5 വർക്കിംഗ് ഡേ ആക്കി കുറച്ചപ്പോൾ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ 9:30 എന്നത് 9 ആക്കിയും വൈകുന്നേരം 4 മണി എന്നത് 4:30 മാറ്റി. അതായത് രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വീതം വർദ്ധിപ്പിച്ചു. അന്നൊന്നും ആർക്കും ഒരു പരാതിയില്ല. അന്ന് ഇത്തരത്തിൽ യാതൊരുവിധ തർക്കമോ പ്രതിഷേധമോ വിവാദമോ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം സംശയാസ്പദമാണ് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏത് സംഘടനയുടെ മുന്നിലും ബോധ്യപ്പെടുത്തുവാൻ തയ്യാറാണ്. കാരണം ഈ ചരിത്രം എല്ലാവരും ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും ധരിച്ചിരിക്കുന്ന 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലത്തേക്കുള്ള കാര്യങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. 8, 9, 10 ക്ലാസ്സിലത്തേക്കുള്ളതാണ്. അപ്പം അതുകൊണ്ട് പിന്നെ അതൊന്നും ഒരു കാര്യം. 2 വിദ്യാഭ്യാസ നിയമങ്ങൾ മാറ്റങ്ങൾ അസംബ്ലി നിയമ ഭേദഗതിയാണ്. 3ാമത്തെ കാര്യങ്ങൾ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു കാര്യം നമ്മുടെ കുട്ടികളെ മാത്രം ബാധിക്കുന്നത് എങ്ങനെ? അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബാധ്യപ്പെട്ടതാണല്ലോ ഗവൺമെൻറ്. പത്രങ്ങളിലൂടെ ഇന്ന് പറയുന്നു, വീണ്ടും അത് നമുക്ക് നോക്കാം. ഞാനാരെയും ഒരു സംഘടനയും വെല്ലുവിളിച്ചിട്ടില്ല കഴിഞ്ഞ 4 വർഷക്കാലമായി.